ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഫ്രഷായി നോക്കൂ, എൻ്റെ മുഖമൊക്കെ മത്തങ്ങ കണക്കിരിക്കുന്ന എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പം നമ്മൾ രാവിലെ ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ദോശയാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമ്മൾ പ്ലെയിൻ ദോശയാണ് പറഞ്ഞത്, പക്ഷേ ആൾ നമുക്ക് നെയ് റോസ്റ്റ് കൊണ്ട് തന്നു. ചിലപ്പോൾ അവിടുത്തെ പ്ലെയിൻ ദോശയായിരിക്കും ഈ നെയ് റോസ്റ്റ്. പിന്നെ അത് തണുത്തൊക്കെ കൊണ്ടിട്ട് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ബസ് പോയി. പിന്നെ നമ്മളൊരു ഓട്ടോ പിടിച്ച് പോയി. ഓട്ടോയിൽ ഒരാൾക്ക് 400 രൂപയാണ് പെർ ഹെഡ് പറഞ്ഞത്. ഓക്കെ, അയാൾ 3 സ്പോട്ടിൽ കൊണ്ടുപോകും, നമ്മൾക്ക് കുറച്ച് സമയം അവിടെ കാണാൻ പറ്റും, റിട്ടേണും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ഓക്കെ, ഫൈനായിരുന്നു. നമ്മളങ്ങനെ ഓട്ടോയിൽ യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാടാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ 2 വശത്തും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ക്ലിപ്സ് അങ്ങനെ എടുത്തതാണ്. പോകുന്ന വഴിക്കൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ നിർത്താത്തെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇതാ സ്പോട്ടിൽ ഉൾപ്പെടില്ല, അപ്പോൾ നമ്മളുടെ സ്പോട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആളങ്ങോട്ട് കൊണ്ടുപോകണം. പോകുന്ന സ്ഥലത്ത്, അതായത് പോകുന്ന വഴിയിൽ നമുക്ക് 2 വശത്തും 2 കടൽ കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ ഇന്ത്യൻ സമുദ്രവും മറ്റേത്, അതായത് അടുത്തത് നമ്മുടെ ബംഗാൾ ഉൾക്കടലുമാണ് കാണുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ബംഗാൾ ഉൾക്കടലുമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവിടെ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു, ഇവിടുത്തെ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം അവിടെ ഇപ്പം അങ്ങനെ വീടോ കാര്യങ്ങളൊന്നും ഇല്ല, വാസയോഗ്യമായ സ്ഥലമല്ലാത്തതുകൊണ്ട് ഇപ്പം ഇവിടെ ഉള്ളത് പഴയ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അങ്ങനെ അതിൽ വരുന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമ്മളിവിടെ വന്നു, ജസ്റ്റ് ഇങ്ങനെ കണ്ടു. അവിടെ ആൾക്കാർ, ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെയും കയറി. പിന്നെ കടകളൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ കടയിലൊക്കെ കയറി ജസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ നോക്കി. നല്ല രസമുണ്ട്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അപ്പം നമ്മളതൊക്കെ കണ്ടു. പിന്നെ കുറച്ചൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടുത്തെ കടയിലെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് റിയൽ മുത്താണ്, ഇതിനകത്ത് തന്നെ ശരിക്കും മുത്തെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി ആയി. അപ്പോൾ അവിടെ നമ്മൾ യാത്ര കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്.